ബ്രിട്ടനിലെ കനികളിൽ വിഷവാതകത്തിൻ്റെ സാന്നിധ്യം അറിയാനായിട്ട് അവരുപയോഗിക്കുന്നത് കാനറി പക്ഷികളെയാണ്. കാനറി പക്ഷികളെ ഈ കനികളിലേക്ക് പറത്തിവിടുകയും അവിടെ വിഷവാതകത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ ചെല്ലുന്ന പക്ഷികൾ അത് ശ്വസിച്ച് അവിടെ തന്നെ ചത്തു വീഴുകയും ചെയ്യുകയാണ് പതിവ്. അതല്ലാത്ത പക്ഷം തിരികെ അത് പറന്ന് തിരികെ വരുന്നതായിട്ടും ഇവർക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഈ ചിന്ത നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലും ചില വിഷവാതകങ്ങളുടെ സാന്നിധ്യം അറിയണമെങ്കിൽ ചില കാനറി പക്ഷികളെ നമ്മുടെ ഉള്ളിലേക്കും പറത്തിവിടേണ്ടതുണ്ട്. നമ്മളിങ്ങനെ ആവാഹിച്ചു വച്ചിരിക്കുന്ന, സ്വരൂപിച്ചു വച്ചിരിക്കുന്ന ചില വിഷവാതകത്തിൻ്റെ സാന്നിധ്യങ്ങൾ അത് പലപ്പോഴും നമ്മുടെ ചിന്തയാവാം, നമ്മുടെ പ്രവർത്തനമാവാം, നമ്മുടെ നോട്ടമാവാം, നമ്മുടെ വാക്കും നടപ്പും ഒക്കെ ആവാം. ഇതിനെ പുറന്തള്ളണമെങ്കിൽ പലപ്പോഴും നല്ല കാനറി പക്ഷികളുടെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് ആവശ്യമാണ്. കാനറി പക്ഷികളോട് സമാനമായി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടാവുന്നത് നല്ല വായനകളുടെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. നല്ല ബന്ധങ്ങളുടെ സാമീപ്യം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള ചില വിഷാംശങ്ങളെ പുറത്തു കളയുവാനായിട്ട് നല്ല കാനറി പക്ഷികളാകുന്ന നല്ല വായനാശീലവും നല്ല സുഹൃത്ത് ബന്ധങ്ങളും നല്ല ഇടപെടലുകളുള്ള വ്യക്തിത്വങ്ങളുമായിട്ടുള്ള കൂട്ടുമൊക്കെ നമുക്ക് ഇടയാക്കട്ടെ.